ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ന്യൂ NCERT ഹോട്ട് ടോപ്പിക്സിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണാൻ ശ്രമിക്കുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകളും മിസ്സാക്കരുത്. തീർച്ചയായും നിങ്ങൾക്ക് ഉപകരിക്കും. അപ്പോൾ അധികമൊന്നും പറയാൻ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ജലഗതാഗതം എന്ന ടോപ്പിക്കാണ്. നോക്കാം. ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ എന്ന 5ാം ക്ലാസ്സിലെ പാഠത്തിൽ നിന്നാണ് നമ്മൾ പോയിന്റ്സ് എടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. സിന്ധു നദീതട സംസ്കാര കേന്ദ്രമായ ഗുജറാത്തിലെ ലോത്തലിൽ, ഓക്കെ, ഇതിൽ എന്ത് പോയിന്റ് ആണ് പഠിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. സിന്ധു നദീതട സംസ്കാര കേന്ദ്രമായ ഗുജറാത്തിലെ എവിടെയാണ്? ലോത്തലിൽ. ഇത് പഠിച്ചു വെച്ചോ. ലോത്തലിൽ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ എവിടെയാണ് കണ്ടെത്തിയെന്നൊക്കെ ചോദ്യം വരും. എവിടെയാണ്? ഗുജറാത്തിലെ ലോത്തലിലാണ്. ഗുജറാത്തിലെ ലോത്തലിൽ. എവിടെയാണ്? ലോത്തലിൽ. സിന്ധു നദീതട സംസ്കാരത്തിന്റെ കേന്ദ്രമായ ഗുജറാത്തിലെ ലോത്തലിൽ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് പഠിച്ചു വെക്കുക. ലോത്തലിൽ നിന്ന് കണ്ടെത്തിയ മുദ്രകളിലും ഹാരപ്പയിൽ നിന്ന് കണ്ടെത്തിയ മെസൊപ്പൊട്ടാമിയൻ മുദ്രകളിലും ബോട്ടിന്റെ രൂപങ്ങൾ പതിച്ചിട്ടുണ്ട്. ഓക്കെ, ബോട്ടിന്റെ രൂപങ്ങൾ പതിച്ചിട്ടുണ്ട്. ലോത്തലിൽ നിന്ന് കണ്ടെത്തിയ മുദ്രകളിലും ഹാരപ്പയിൽ നിന്ന് കണ്ടെത്തിയ മെസൊപ്പൊട്ടാമിയൻ മുദ്രകളിലും ബോട്ടിന്റെ രൂപങ്ങൾ പതിച്ചിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയി തന്നെ അറിഞ്ഞു വെച്ചാൽ മതി. ഓക്കെ, അടുത്തത്, മെസൊപ്പൊട്ടോമിയൻ ജനത വ്യാപാര രംഗത്ത് കപ്പലുകൾ പോലെയുള്ള ജലയാനങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഓക്കെ, മെസൊപ്പൊട്ടോമിയൻ ജനത ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും കേട്ടോ. മെസൊപ്പൊട്ടോമിയൻ ജനത വ്യാപാര രംഗത്ത് കപ്പലുകൾ പോലെയുള്ള ജലയാനങ്ങൾ ഉപയോഗിച്ചിരുന്നു. അല്ലെ? തുഴകളാലും നീളൻ കമ്പുകളാലും മുന്നോട്ട് നീക്കിക്കൊണ്ടുപോകുന്ന വിവിധ വലുപ്പത്തിലുള്ള ജലയാനങ്ങൾ ഇവർ നിർമ്മിച്ചിരുന്നു. ഓക്കെ, പിന്നെ എന്താണ്? തുഴകളാലും നീളൻ കമ്പുകളാലും മുന്നോട്ട് നീക്കിക്കൊണ്ട്, അല്ലേ? ഏതൊക്കെയാണെന്ന് മനസ്സിലായോ? അതായത് കമ്പ് കുത്തിയിട്ട് ഇങ്ങനെ പോകുന്നൊക്കെയല്ലേ? അപ്പൊ അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ തുഴകളാലും നീളൻ കമ്പുകളാലും, അതായത് തുഴഞ്ഞു പോകുന്നതും തുഴകളാലും നീളൻ കമ്പുകളാലും മുന്നോട്ട് നീക്കിക്കൊണ്ടുപോകുന്ന വിവിധ വലുപ്പത്തിലുള്ള ജലയാനങ്ങൾ ഇവർ നിർമ്മിച്ചിരുന്നു. അതും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അറിഞ്ഞു വെക്കുക. ചരക്ക് നീക്കത്തിലും സഞ്ചാരത്തിലും ഈ ജലയാനങ്ങൾ ഉപയോഗിച്ചു. ഓക്കെ, ചരക്ക് നീക്കത്തിനും സഞ്ചാരത്തിനുമാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. അല്ലെ? അതിന് തന്നെയല്ലേ ജലഗതാഗതം. ഓക്കെ, അപ്പൊ ചരക്ക് നീക്കത്തിനും സഞ്ചാരത്തിനും എന്ത് ഉപയോഗിച്ചിരുന്നു? ഈ ജലയാനങ്ങൾ ഉപയോഗിച്ചിരുന്നു. മനുഷ്യർ ജലഗതാഗത മാർഗം ഉപയോഗിക്കുന്നത് എന്തിനൊക്കെയാണ്? സഞ്ചാരം, ചരക്ക് നീക്കം, മത്സ്യബന്ധനം, പിന്നെ അതേപോലെ വിനോദസഞ്ചാരം, അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ. ജസ്റ്റ് ഇതൊന്ന് അറിഞ്ഞു വെക്കുക. എന്തൊക്കെയാണ്? നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. മനുഷ്യൻ എന്തിനാണ് ജലഗതാഗതം ഉപയോഗിക്കുന്നത്? ഒന്ന് സഞ്ചാരത്തിനാണ്, പിന്നെ മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കും, പിന്നെ ചരക്കുകൾ കൊണ്ടുപോകാൻ ഉപയോഗിക്കും, പിന്നെ എന്താണ്? ആചാര അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ, പിന്നെ വിനോദസഞ്ചാരം ഇതിൽ ഉൾപ്പെടും കേട്ടോ. വിനോദസഞ്ചാരം നമ്മൾ ബോട്ട് യാത്രയൊക്കെ പറയാറുണ്ട് അല്ലെ? ബോട്ട് യാത്ര. അപ്പൊ വിനോദസഞ്ചാരവും ഇതിൽ ഉൾപ്പെടും. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. കൂടുതൽ എഫേർട്ട് എടുത്ത് പഠിക്കാനൊന്നുമില്ല. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. ഓക്കെ, ജലഗതാഗതത്തെ രണ്ടായി തിരിക്കാം. എങ്ങനെയൊക്കെയാണ്? ഒന്ന് ഉൾനാടൻ ജലഗതാഗതം, പിന്നെ സമുദ്ര ജലഗതാഗതം. ഉൾനാടൻ ജലഗതാഗതം തോണി, പിന്നെ സമുദ്ര ജലഗതാഗതം എന്താണ്? കപ്പൽ. ഓക്കെ, ജസ്റ്റ് അങ്ങനെ മനസ്സിലാക്കി വെക്കുക. റെയിൽവേയുടെ കടന്നുവരവിന് മുമ്പുള്ള പ്രധാന മാർഗമായിരുന്നു ഉൾനാടൻ ജലഗതാഗതം. ഇല്ലേ? റെയിൽവേ വരുന്നതിന് മുമ്പ് ഉൾനാടൻ ജലഗതാഗതമാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. ഓക്കെ, ഉൾനാടൻ ജലഗതാഗതം. നദികളും കായലുകളും ധാരാളമുള്ള പ്രദേശത്ത് പുരോഗതി പ്രാപിച്ചു. കേരളത്തിലെ പ്രധാനപ്പെട്ട ഉൾനാടൻ ജലഗതാഗത പാതകൾ. ഒന്ന് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നമുക്കൊക്കെ പഠിക്കണം. നമ്മൾ ദേശീയ ജലപാതകൾ എപ്പോഴും ചോദ്യം വരാറുണ്ട്. NW1, NW2, NW3. അതിലെ NW3 അല്ലെ? കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ്. കൊല്ലം കോട്ടപ്പുറം അല്ലെങ്കിൽ കൊല്ലം കോഴിക്കോട്. ഇപ്പൊ അത് പുതുക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പഠിച്ചു വെക്കാം. കൊല്ലം കോട്ടപ്പുറം എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കൊല്ലം മുതൽ കോഴിക്കോട് വരെ ആക്കിയിട്ട് നീട്ടിയിട്ടുണ്ട്. അപ്പൊ PSCയിലും അത് പുതുക്കിയിട്ടുണ്ട്. ഒരു ചോദ്യം കൊല്ലം കോഴിക്കോട് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കൊല്ലം കോഴിക്കോട് എന്നും മനസ്സിലാക്കി വെക്കുക കേട്ടോ. കൊല്ലം മുതൽ കോഴിക്കോട് വരെ ഒന്നും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത. പിന്നെ ഏതാണ്? ഇത് തോടല്ല കേട്ടോ, തോടല്ല. കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കനോലി കനാൽ. കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കനോലി കനാൽ. ഇത് രണ്ടുമാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഉൾനാടൻ ജലഗതാഗതം. ഓക്കെ, കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് പാതകളാണ്. ഒന്ന് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത, പിന്നെ എന്താണ്? കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കനോലി കനാൽ. ഓക്കെ, അടുത്ത് നോക്കാം.
കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്നത് നമുക്കൊക്കെ അറിയാം. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ആലപ്പുഴ ആണ് അല്ലെ. ആലപ്പുഴയാണ് കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്നത് അല്ലെ. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ്. കിഴക്കിന്റെ വെനീസ് ഏതാണ്? ആലപ്പുഴ. പഠിച്ചു വെച്ചോ. കിഴക്കിന്റെ വെനീസ് ഏതാണ്? ആലപ്പുഴ. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ്. ആരാണ് ആലപ്പുഴ പട്ടണത്തിന്റെ ശില്പി? ആരാണ് ആലപ്പുഴ പട്ടണത്തിന്റെ ശില്പി? രാജാ കേശവദാസ് അല്ലെ. രാജാ കേശവദാസിന്റെ പട്ടണം എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ്. അപ്പൊ അങ്ങനെ പഠിച്ചു വെക്കുക. ആലപ്പുഴ പട്ടണത്തിന്റെ ശില്പി ആരാന്ന് ചോദിച്ചാൽ ആരാണ്? രാജാ കേശവദാസ് ആണ് ആലപ്പുഴ പട്ടണത്തിന്റെ ശില്പി. തൃശ്ശൂർ നഗരത്തിന്റെ ശില്പി ആരാന്ന് ചോദിച്ചാലാണ് ശക്തൻ തമ്പുരാൻ അല്ലെ. തൃശ്ശൂർ നഗരത്തിന്റെ ശില്പിയാണ് ശക്തൻ തമ്പുരാൻ. ആലപ്പുഴ പട്ടണത്തിന്റെ ശില്പി ആരാന്ന് ചോദിച്ചാൽ ആരാണ്? രാജാ കേശവദാസ്. രാജാ കേശവദാസിന്റെ പട്ടണമാണ് ആലപ്പുഴ. അപ്പൊ എന്താണ്? കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ്. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ്. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ്. ഇത് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ. പിന്നെ നമ്മുടെ 2 ജലഗതാഗതങ്ങൾ, കേരളത്തിലെ പ്രധാനപ്പെട്ട 2 ഉൾനാടൻ ജലഗതാഗതങ്ങൾ ഏതൊക്കെയുണ്ട്? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത എത്രാമത്തെയാണ്? NW3 ആണ് അല്ലെ. നാഷണൽ വാട്ടർവേ 3 ആണ്. പിന്നെ കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കനോലി കനാൽ. ഓക്കെ, അത്ര പോയിന്റ്സ് അറിഞ്ഞു വെക്കുക. ആദ്യകാലങ്ങളിൽ കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട കനാലുകൾ ഏതാണ്? കനോലി കനാൽ. പിന്നെ ഏതാണ്? പാർവതി പുത്തനാർ. ഏതൊക്കെയാണ്? കനോലി കനാൽ. ഈ സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വെച്ചോ. കനോലി കനാൽ, പാർവതി പുത്തനാർ. കനോലി കനാൽ, പാർവതി പുത്തനാർ. ആദ്യകാലങ്ങളിൽ കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട കനാലുകളാണ് കനോലി കനാൽ, പാർവതി പുത്തനാർ. കനോലി കനാൽ, പാർവതി പുത്തനാർ. ഓക്കെ. ഇനി നമുക്ക് നോക്കാനുള്ളത് കേരളത്തിലെ ദേശീയ ജലപാതകൾ. ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ദേശീയ ജലപാതകൾ വേറെ പഠിക്കാണ്ട്. NW1, NW2, NW3, NW4, NW5 അല്ലേ. ഓരോന്നും നമുക്ക് പഠിക്കാണ്ട്. അലഹബാദ്, ഹാൽദിയ, സാദിയ, ദുബ്രി, പിന്നെ അത് കൊല്ലം കോട്ടപ്പുറം അല്ലെ, അല്ലെങ്കിൽ കൊല്ലം കോഴിക്കോട്, പിന്നെ താൽച്ചർ ഡാംറ, ലക്കിപൂർ ബങ്കർ, അതൊക്കെ പഠിക്കാണ്ട് അത് പഠിച്ചു വെക്കണം. പക്ഷെ ഇവിടെ നമുക്ക് ന്യൂസിയാർട്ടിൽ കൊടുത്തുള്ളത് നമ്മുടെ കേരളത്തിലെ ദേശീയ ജലപാതകളാണ്. ഒന്ന് NW3, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് NW3. കണ്ടോ, ഇവിടെ കൊല്ലം കോഴിക്കോട് എന്ന് കൊടുത്തിട്ടുണ്ട്, അവിടെ കൊല്ലം കോട്ടപ്പുറമാണ്. അപ്പൊ കൊല്ലം കോട്ടപ്പുറം വരെയായിരുന്നു, പിന്നീട് അത് വ്യാപിച്ചു, പിന്നീട് അത് കൊല്ലം കോഴിക്കോട് വരെ വ്യാപിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് പഠിച്ചു വെക്കണം. കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ് NW3, നാഷണൽ വാട്ടർവേ 3. കൊല്ലം മുതൽ കോഴിക്കോട് വരെ, കൊല്ലം മുതൽ കോഴിക്കോട് വരെ മറക്കില്ലല്ലോ. അപ്പൊ NW3 ഏതാണ്? കൊല്ലം മുതൽ കോഴിക്കോട് വരെ. NW1, ഈ 3 ഒന്ന് പഠിച്ചു വെക്കാം. NW1 അലഹബാദ്, ഹാൽദിയ. NW1 എന്ന് പറയുമ്പോൾ ആദ്യം തുടങ്ങണല്ലേ, അപ്പൊ ആദ്യം A വെച്ചിട്ടല്ലേ തുടങ്ങുക. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അലഹബാദ്, ഹാൽദിയ, അലഹബാദ്, ഹാൽദിയ. ഓക്കെ, അലഹബാദ്, ഹാൽദിയ. പിന്നെ രണ്ടാമത്തെ സാദിയ, ദുബ്രി അല്ലെ. ദോ ദുബ്രി. ഓക്കെ, ദുബ്രി വെച്ച് കണക്ട് ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെയാണ്. NW2 ആണ് സാദിയ, ദുബ്രി. NW3 ആണ് കൊല്ലം കോഴിക്കോട്. അപ്പൊ NW1 ഏതാണ്? അലഹബാദ്, ഹാൽദിയ. NW2 സാദിയ, ദുബ്രി. NW3 ഏതാണ്? കൊല്ലം കോഴിക്കോട്. ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് പഠിക്കാനുള്ളതാണ് NW3, കൊല്ലം കോഴിക്കോട്. പിന്നെ NW8 ഏതാണ്? ആലപ്പുഴ, ചങ്ങനാശ്ശേരി. NW8 ആലപ്പുഴ, ചങ്ങനാശ്ശേരി. ഓക്കെ, NW8 ഏതാണ്? ആലപ്പുഴ, ചങ്ങനാശ്ശേരി. ആലപ്പുഴ, ചങ്ങനാശ്ശേരി, ആലപ്പുഴ, ചങ്ങനാശ്ശേരി. NW8. അപ്പൊ NW3 കൊല്ലം കോഴിക്കോട്, NW8 ആലപ്പുഴ, ചങ്ങനാശ്ശേരി. NW3 കൊല്ലം കോഴിക്കോട്, NW8 ആലപ്പുഴ, ചങ്ങനാശ്ശേരി. NW3 കൊല്ലം കോഴിക്കോട്, NW8 ആലപ്പുഴ, ചങ്ങനാശ്ശേരി. NW9 ആലപ്പുഴ, കോട്ടയം, അതിരമ്പുഴ കനാൽ. ഓക്കെ, ആലപ്പുഴ, കോട്ടയം, അതിരമ്പുഴ കനാൽ. ഓക്കെ, അത് NW9 ആണ്. NW8 ആലപ്പുഴ, ചങ്ങനാശ്ശേരി. NW9 ആലപ്പുഴ, കോട്ടയം, അതിരമ്പുഴ കനാൽ. ഓക്കെ, ആലപ്പുഴ, കോട്ടയം, അതിരമ്പുഴ കനാൽ. NW13 AVM കനാൽ, തിരുവനന്തപുരം, പിന്നെ കന്യാകുമാരി അല്ലെ. എന്താണ് AVM? അനന്ത വിക്ടോറിയ മാർത്താണ്ഡം കനാൽ അല്ലെ. അനന്ത വിക്ടോറിയ മാർത്താണ്ഡം കനാൽ, തിരുവനന്തപുരം, പിന്നെ കന്യാകുമാരി. അതേതാണ്? NW13 ആണ്. NW59 കോട്ടയം, വൈക്കം കനാൽ. കോട്ടയം മുതൽ വൈക്കം കനാൽ വരെ, കോട്ടയം, വൈക്കം കനാൽ. അപ്പൊ NW3 കൊല്ലം കോഴിക്കോട്, ഏറ്റവും പ്രധാനപ്പെട്ടത് കൊല്ലം കോഴിക്കോട്. NW3. NW8 ആലപ്പുഴ, ചങ്ങനാശ്ശേരി. NW8 ആണ്. NW9 ആണെങ്കിൽ ആലപ്പുഴ, കോട്ടയം, അതിരമ്പുഴ കനാൽ അല്ലെ. ആലപ്പുഴ, കോട്ടയം, അതിരമ്പുഴ കനാൽ. എത്രയാണ്? NW9 ആണ്. ആലപ്പുഴ, കോട്ടയം, അതിരമ്പുഴ കനാൽ. ആലപ്പുഴ, കോട്ടയം, അതിരമ്പുഴ കനാൽ. NW3 ഏതാണ്? കൊല്ലം കോഴിക്കോട്. NW8 ഏതാണ്? ആലപ്പുഴ, ചങ്ങനാശ്ശേരി. NW9 ആലപ്പുഴ, കോട്ടയം, പിന്നെ അതിരമ്പുഴ കനാൽ. പിന്നെ NW13 AVM കനാൽ, തിരുവനന്തപുരം മുതൽ കന്യാകുമാരി വരെ അല്ലെ. AVM കനാൽ, തിരുവനന്തപുരം, കന്യാകുമാരി. കേരളം, തമിഴ്നാട്. കേരളം, തമിഴ്നാട്. അപ്പൊ AVM കനാൽ, തിരുവനന്തപുരം, കന്യാകുമാരി. AVM കനാൽ, തിരുവനന്തപുരം, കന്യാകുമാരി. NW13 ആണ്. NW13. പിന്നെ NW59 ആണ്. കോട്ടയം മുതൽ വൈക്കം കനാൽ വരെ. കോട്ടയം, വൈക്കം കനാൽ. NW59. അപ്പൊ ക്ലിയർ ആയോ? NW3 കൊല്ലം കോഴിക്കോട്. NW8
ഏതാണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി, NW9 ആലപ്പുഴ, പിന്നെ ഏതാണ് കോട്ടയം, പിന്നെ അവസാനം അതിരമ്പുഴ കനാൽ അല്ലെ, ആലപ്പുഴ കോട്ടയം അതിരമ്പുഴ കനാൽ. പിന്നെ AVM കനാൽ തിരുവനന്തപുരം, അതേതാണ് NW13, NW13 ആണ് കേട്ടോ, NW13 AVM കനാൽ തിരുവനന്തപുരം മുതൽ കന്യാകുമാരി വരെ. ഓക്കെ, AVM കനാൽ തിരുവനന്തപുരം മുതൽ കന്യാകുമാരി വരെ. പിന്നെ NW59 ഏതാണ് കോട്ടയം മുതൽ വൈക്കം കനാൽ വരെ, കോട്ടയം മുതൽ വൈക്കം കനാൽ വരെയാണ് NW59. അത്രയും ക്ലിയർ അല്ലേ? ഇനി കനോലി കനാൽ അല്ലെ, ഇത് നമുക്കൊന്ന് പഠിച്ചു വെക്കാനുള്ളതാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലാ കളക്ടർ, നമുക്കറിയാം കനോലി അല്ലെ, HV കനോലി അല്ലെ, HV കനോലി. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലാ കളക്ടർ ആയിരുന്ന HV കനോലി 1845 കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ വിശാലമായ ജലഗതാഗത മാർഗം എന്ന ആശയം മുന്നോട്ട് വെച്ചു. എപ്പോഴാണ്? 1845 HV കനോലി, HV കനോലി. ഓക്കെ, അപ്പോ ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലാ കളക്ടർ ആയിരുന്ന HV കനോലി 1845 കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ വിശാലമായ ജലഗതാഗത മാർഗം എന്ന ആശയം മുന്നോട്ട് വെച്ചു. അത്ര അറിഞ്ഞു വെക്കുക. ഈ HV കനോലി കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? എന്താണ്? മാപ്പിള കലാപത്തിൽ വധിക്കപ്പെട്ട മലബാർ ജില്ലാ കളക്ടർ ആരാന്ന് ചോദിച്ചാറാണ് HV കനോലി. HV കനോലി അല്ലെ, കനോലി അവിടെ തന്നെ ഉണ്ട്. ഇത് കണ്ടോ, കനോലി, കൊനോലി പ്ലോട്ട് എന്നാണ് പറയാറുള്ളത്, കനോലി പ്ലോട്ട്. ഓക്കെ, അപ്പോ കനോലി എന്നുള്ളതിനെ കൊനോലി എന്നൊന്ന് വായിച്ചു നോക്ക്. കനോലി, കൊനോലി, എന്താണ് കൊന്നോളി എന്ന് പറയില്ലേ അല്ലെ, എന്നെ കൊന്നോളി എന്ന് പറയില്ലേ? അപ്പൊ അങ്ങനെ വെച്ചിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോ മാപ്പിള കലാപത്തിൽ വധിക്കപ്പെട്ട മലബാർ ജില്ലാ കളക്ടറാണ് HV കനോലി. അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, പൊന്നാനി ചാവക്കാട് ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തി കൊടുങ്ങല്ലൂർ വരെയുള്ള പുഴകളെ ബന്ധിപ്പിച്ചുകൊണ്ട് കനാലുകൾ നിർമ്മിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ വേളി കഠിനംകുളം കായലുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച കനാൽ പാതയാണ് പാർവതി പുത്തനാർ. ഇത് കിട്ടിയല്ലോ. പൊന്നാനി ചാവക്കാട് ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തി കൊടുങ്ങല്ലൂർ വരെയുള്ള പുഴകളെ ബന്ധിപ്പിച്ചുകൊണ്ട് കനാലുകൾ നിർമ്മിച്ചു. അപ്പൊ ഈ കനോലി, അതായത് വർഷം പഠിച്ചു വെക്കുക, 1845 കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ വിശാലമായ ജലഗതാഗത മാർഗം എന്ന ആശയം മുന്നോട്ട് വെച്ചത്. അപ്പൊ 1845 ആരാണ്? HV കനോലിയാണ്, HV കനോലി. ഓക്കെ, HV കനോലി. ഇനി പാർവതി പുത്തനാർ തിരുവനന്തപുരം ജില്ലയിലെ വേളി കഠിനംകുളം കായലുകളെ ബന്ധിപ്പിക്കുന്ന അല്ലെ, വേളി കഠിനംകുളം കായലുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച കനാലാണ് പാർവതി പുത്തനാർ. ഏതാണ്? പാർവതി പുത്തനാർ. പാർവതി പുത്തനാറാണ് വേളി കഠിനംകുളം കായലുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച കനാലാണ് പാർവതി പുത്തനാർ. പാർവതി പുത്തനാർ. രണ്ട് പ്രധാനപ്പെട്ടത് പഠിക്കാണ്ട്, ഒന്ന് കനോലി കനാലും പിന്നൊന്ന് ഏതാണ്? പാർവതി പുത്തനാറുമാണ്. പാർവതി പുത്തനാർ. അപ്പൊ കിട്ടിയല്ലോ. അടുത്തത്, സമുദ്ര ജലഗതാഗതം സാധ്യമാക്കുന്നത് തീരദേശ ജലപാതയിലൂടെയും അന്താരാഷ്ട്ര ജലപാതയിലൂടെയുമാണ്. ജസ്റ്റ് അറിഞ്ഞു വെക്കുക. ജലഗതാഗതത്തിന്റെ മേന്മകൾ എന്താണ്? താരതമ്യേന ചെലവ് കുറവ് അല്ലെ, താരതമ്യേന ചെലവ് കുറവാണ്. പിന്നെ മലിനീകരണം കുറവാണ്. പിന്നെന്താണ്? ചരക്ക് സംവഹന ശേഷി. ചരക്ക് സംവഹന ശേഷി എന്താണ്? അതിന് കൂടുതലാണ് ചരക്ക് സംവഹന ശേഷി. പിന്നെ വിദേശ വ്യാപാരം എന്നിവയാണ് ജലഗതാഗതത്തിന്റെ മേന്മകൾ. എന്തൊക്കെയാണ്? ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. എന്നാലും ഒരു വട്ടം കൂടെ പറഞ്ഞുതരാം. താരതമ്യേന അതിന് ചെലവ് കുറവാണ്. പിന്നെന്താണ്? മലിനീകരണം മറ്റുള്ളതിനെ സംബന്ധിച്ച് എന്താണ്? കുറവാണ്. മലിനീകരണം കുറവാണ്. ചരക്ക് സംവഹന ശേഷി ഇല്ലേ, കൂടുതൽ ചരക്ക് സംവഹന ശേഷി ഉണ്ട്. പിന്നെന്താണ്? വിദേശ വ്യാപാരം. ഓക്കെ, പിന്നെ കേരളത്തിലെ പ്രധാന തുറമുഖങ്ങളാണ് ഒന്ന് കൊച്ചി തുറമുഖം, പിന്നെ ഒന്ന് വിഴിഞ്ഞം തുറമുഖം. ഓക്കെ, വിഴിഞ്ഞം തുറമുഖമൊക്കെ നമുക്ക് എന്താണ് കറണ്ട് അഫയർ ആയിട്ടൊക്കെ അറിഞ്ഞിരിക്കാനുള്ളതാണ്. അപ്പൊ കൊച്ചി തുറമുഖം, വിഴിഞ്ഞം തുറമുഖം, അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഓക്കെ, ഇത്ര കാര്യങ്ങളെ നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാനുള്ളൂ. കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അതിൽ കനോലി 1845 അതൊന്ന് അറിഞ്ഞു വെക്കുക. വർഷം അങ്ങനത്തെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയത് പിന്നെയും ഞാൻ പറഞ്ഞതുണ്ട്. NW3 ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൊല്ലം, കോഴിക്കോട്. NW8 ആണെങ്കിൽ ആലപ്പുഴ, ചങ്ങനാശ്ശേരി. NW9 ആണെങ്കിൽ ആലപ്പുഴ, കോട്ടയം, അതിരമ്പുഴ കനാൽ. ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആയതാണ് ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിലെ ഓരോ പോയിന്റ്സും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പൊ ഇതുപോലെ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.